ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപനാണെങ്കിൽ അംബിക കൊണ്ടുവന്ന കള്ള ജോത്സ്യനോട് ചോദിക്കുക, രാഹുകാലമൊക്കെ കഴിഞ്ഞില്ലേ ജോത്സ്യൻ? ആ കഴിഞ്ഞ സാർ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അപ്പോൾ ദീപക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ദീപക്കിനെ കണ്ടിട്ട് സന്തോഷത്തോടെ അംബിക, മോനെ ഇങ്ങോട്ട് വന്നേടാ എന്നും പറഞ്ഞ് ദീപക്കിൻ്റെ നെറ്റിയിലും ചന്ദനം തൊഴിയിച്ചു കൊടുക്കുകയാണ്. പ്രതാപൻ ചോദിക്കുന്നത്, അല്ല ഇവൻ്റെ പണിഷ്മെൻ്റൊക്കെ കഴിഞ്ഞോ? ഇവൻ്റെ പണിഷ്മെൻറ്റ് കാലാവധി ഒന്നും കഴിഞ്ഞിട്ടില്ല ചാ, ഇവരിവരുടെ തോന്നിയ പോലൊക്കെ അങ്ങ് ചെയ്യുമല്ലയോ? രാജു ദീപക്കിനെ നോക്കി പറയും, ഡാ നീ പോയി നിന്റെ പണിയേടാ, ജോത്സരി വിടുവോ? സാറേ, ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിലേ ദീപക്കിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കണം. അത് കേട്ടിട്ട് നമ്മുടെ ഋതിക പറയാം, അതിനിവൻ ഈ കുടുംബത്തിലെ അല്ലല്ലോ, അവന്നാണ്ടെ ഇവരുടെ മകൻ, ഇവർ തന്നെ ഇവിടെ ഇടിച്ചു കയറി നിൽക്കുക. അങ്ങനെ ഇവരും എടുത്തതല്ല. പറയാനുള്ളതൊക്കെ പറയാതെ പോയ അംബിക തല്ലിക്കൊല്ലും ജോത്സ്യന്. ജോത്സ്യൻ പറയാം, സാറേ ഞാൻ പറയുന്നത് സാറെങ്കിലും ഒന്ന് ക്ഷമയോടെ കേൾക്കണം. അതിനെന്താ ജോത്സ്യൻ പറഞ്ഞോ? ഉടനടി ഒരു കല്യാണം ഈ കുടുംബത്തിൽ നടത്തണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് പൂരൻ നക്ഷത്രക്കാരനായ ഈ ചെറുപ്പക്കാരൻ്റെയാ. രാജുവിൻ്റെയും ഋതിയുടെയും യാമിനിയുടെയും മുഖത്തൊരു സന്തോഷം. ദൈവമേ, കല്യാണമൊപ്പം ഇവൻ്റെതാണ്, പ്രതാപൻ്റെതല്ലല്ലോ എന്നോർത്തവർക്ക് സന്തോഷമാണ്. ഉടനെ യാമിനി പറയും, പൂരൻ നക്ഷത്രക്കാരനെ ഈ ചെറുപ്പക്കാരനെന്ന് പറയുന്നില്ലേ, ഇയാൾക്ക് നിലവിലൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടല്ലോ, അവരിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ, അതല്ല ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവാഹം. ജോത്സ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ രാജു പറയാം, അപ്പോൾ ഇതല്ല അവൻ്റെ യഥാർത്ഥത്തിലുള്ള വിവാഹം, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? എന്തൊക്കെയാ ചേച്ചി ഈ ജോത്സ്യർ പറയുന്നത്? പ്രതാപ മോനെ, ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ജോത്സ്യരുടെ പ്രശ്നത്തിൽ ഇതൊക്കെയാ കണ്ടത്. ദിവ്യയുടെ ട്രാപ്പിൽ വീണ ഇവനെ രക്ഷിക്കാനും ഈ കുടുംബം രക്ഷിക്കാനും ആകെയുള്ള ഒരവസരം ഇത് മാത്രമാണ്. ഇവൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചേ പറ്റൂ. ഋതിക അത് കേട്ടിട്ട് പറയാം, ഇവനെ ദിവ്യയുടെ ട്രാപ്പിലല്ല വീണേ, ഇവൻ്റെ ട്രാപ്പിലാണ് ദിവ്യ പോയി വീണത്. എന്നിട്ട് പാവം ആ പെണ്ണിനെ ഗർഭിണിയാക്കുകയും ചെയ്തു. എൻ്റെ ചേച്ചി എന്തൊക്കെ മഹാഭാവമായി പറയുന്നത്. ഒരു പാവം പിടിച്ച പെണ്ണിനെ അവിടെ കുഞ്ഞിനെ വഴിയാധാരമാക്കി വിടാനോ, എന്നിട്ട് അവളുടെ കണ്ണുനീരി കുടുംബത്തിൽ വീഴ്ത്താനോ? എൻ്റെ അച്ഛാ, അതൊന്നും ഈ അമ്മയ്ക്കും മോനും ഒരു പ്രശ്നമേ അല്ല. പ്രതാപേട്ട, ആ ശാപം കൂടെ ഈ കുടുംബത്തിൽ ഏറ്റു വാങ്ങിയിട്ട് വേണം ഈ കുടുംബത്തിൻ്റെ നാശം ആരംഭിക്കാൻ. യാമിനിയും പറയുക, ഈ ജോത്സ്യരെ വിളിച്ച് വരുത്തിയത് തന്നെ അമ്മയുടെയും മകൻ്റെയും പ്ലാൻ വർക്കൗട്ടാക്കാൻ തന്നെ. രാജു പറയുക, ജോത്സ്യർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇയാൾക്കൊരു രണ്ടാം കല്യാണം നടക്കണം, എങ്കിലേ ഈ കുടുംബം രക്ഷപ്പെടൂ. അപ്പോൾ ജോത്സ്യരെ, ഇവൻ്റെ ആദ്യ ഭാര്യ എന്തു ചെയ്യും? നാമതി നാശം പിടിച്ചവൻ്റെ മോന്ത കാണുന്നതേ എനിക്ക് ദേഷ്യമാണ്. അംബികയെ അടവ് മാറ്റി പിടിക്കുക. വളരെ സങ്കടത്തോടെ, പ്രതാപ, ഇവൻ്റെ ആദ്യ ഭാര്യയുടെ കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ സമയത്ത് ദിവ്യ രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവാണ്. കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് കയ്യിലൊരു ബാഗും തൂക്കിക്കൊണ്ടാണ് വരുന്നത്. നല്ല ഉറച്ച സ്വരത്തിൽ ദിവ്യ പറയാം, ഒരു തീരുമാനവും ഉണ്ടാക്കണ്ട. അത് കേട്ട് പ്രതാപനോ അംബിയോ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക. ഞാൻ എൻ്റെ വഴിക്ക് പോവാ. രാത്രി എന്നെ ഭീഷണിപ്പെടുത്തി വഞ്ചിച്ച് എന്നെ ഈ നിലയ്ക്കാക്കിയ ഇവനെ ഞാൻ ദൈവത്തിൻ്റെ കോടതിയിലോട്ട് വിടുക. ഇവനെ ദൈവ ഇടിവാളുമായിട്ട് വന്ന് ഇവനെ കൈകാര്യം ചെയ്തോളും. ഋതിക പറയാം, എൻ്റെ ദിവ്യ, നീ എന്തൊക്കെയായി പറഞ്ഞത്? ഈ വൃത്തികെട്ടവനുമായിട്ട് ഇനി എനിക്കൊരു യാതൊരു ബന്ധവുമില്ല ഋതികെ. ഇവൻ മനുഷ്യനെയല്ല, മുതലയോ പെരുമ്പാമ്പോ മറ്റെന്തോ ഇവൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് നടക്കുന്നതിലും ഭേദമേ വല്ല സെപ്റ്റി ടാങ്കിലും ചാടി ആത്മഹത്യ ചെയ്യുന്നതാ. മോനെ ഇത്രയൊക്കെ ആക്ഷേപിക്കുന്ന കേട്ട് അംബിക അങ്ങ് നാണിച്ച് ദേഷ്യത്തോടെ നിൽക്കുവാണ്. ഇനി എനിക്ക് ഇവനുമായിട്ടോ ഈ കുടുംബമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഈ കുഞ്ഞിൻ്റെ തന്ത ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു പിച്ചക്കാരൻ്റെ പേര് ഞാൻ പറയും. അതിനിതിനേക്കാളും അന്തസ്സായിരിക്കും. ഇതൊക്കെ കേട്ട് പ്രതാപനും ആകെ വിഷമിച്ചങ്ങ് നാണം കെട്ടിരിക്കുക. ഋതിക വീണ്ടും പറയാം, ദിവ്യ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വേണ്ട ഋതിക, ഇനി ഒന്നും പറയണ്ട, ഞാൻ കേൾക്കത്തില്ല. ഈ തള്ളയും മകനെയും ഒഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരെയും എനിക്കിഷ്ടമാണ്, പക്ഷെ ഇവനൊരു മനുഷ്യനേ അല്ല. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അച്ഛനോട് യാത്ര പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ദീപക്കൻ്റെ അടുത്തോട്ട് വന്നിട്ട് അവൻ്റെ ചെവിക്കുറ്റിക്ക് ഒരു ഒറ്റ അടി ദീപക്കനാ വീണതെങ്കിലും വേദനിച്ചത് മൊത്തം അംബികയ്ക്കാണ്. പ്രതാപനും അംബിക ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അംബികയെ നോക്കി ദിവ്യ പറയാം, നിങ്ങൾക്ക് ഇതൊന്നും അല്ല ഞാൻ തരേണ്ടത്. ഈ വർമ്മ സാറിനെ ഓർത്ത് ഞാൻ ക്ഷമിക്കുക. ഈ അംബികയും മകനും കാരണം ഈ കുടുംബം നശിക്കും. നിങ്ങളെ നശിച്ച് തെണ്ടും എന്നിങ്ങനെ പ്രാഗിക്കൊണ്ട് ദിവ്യ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. കള്ളൻ ജോത്സ്യർ വീണ്ടും തുടങ്ങി, ആ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തിയാലും ഈ ബന്ധം തുടരില്ല. എന്തായാലും ഈ കുടുംബത്തിൻ്റെ പേരിലൊരു ശാപം വീണു കഴിഞ്ഞു. അതുകൊണ്ട് ദീപക്കിൻ്റെ കല്യാണം നടക്കുന്നതോടെ വലിയൊരു കഷ്ടകാലം മാറിക്കിട്ടും. ദേഷ്യത്തോടെ പ്രതാപം പറയും, ഇവനെ ഏത് പെണ്ണിനെ കെട്ടിക്കൊടുത്താലും ആ പെണ്ണിൻ്റെ കഷ്ടകാലമായിരിക്കും. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല വർമ്മ സാറേ, ജാതകം എന്ന് പറഞ്ഞാൽ വിവരമുള്ളവർ എഴുതിയാൽ അത് കറക്റ്റായിരിക്കും. ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നതേ സയൻസാ.
ഇവിടെ വെച്ചിപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ശരിയല്ല, എന്നാലും ഇവിടെ അന്യവരാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ അച്ഛൻ ശരവണ വാര്യരായിരുന്നു വർമ്മസാറിൻ്റെ കല്യാണ മുഹൂർത്തം കുറിച്ചത്. അന്നേ എൻ്റെ അച്ഛൻ പറഞ്ഞതാ ഈ കല്യാണബന്ധം നിലനിൽക്കില്ലെന്ന്. ഇത് കേട്ട ഋതികയ്ക്ക് സഹിക്കുവോ? ഋതിക പറയാം, ആ കല്യാണബന്ധം അംബിക തകർക്കുമെന്ന് തൻ്റെ അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ? ഋതികയെ വേണ്ട എന്നിങ്ങനെ പ്രതാപൻ പറയാം. രാജു പറയാം, ഈ കുടുംബചരിത്രം മുഴുവൻ ഇവരെന്തായാലും ജോത്സ്യനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ കൊടുക്കുന്ന കാശ് മുതലാകണ്ടേ? യാമിനിയും പറയുക, എന്തായാലും എൻ്റെ ദൗത്യം പൂർണ്ണമാകാതെ പോകാനും എനിക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ നക്ഷത്രയോഗം എന്നെ ശപിക്കും. ദീപക്കിനൊരു പെണ്ണുണ്ട്. ആ പെണ്ണുമായി ഇയാളുടെ കല്യാണം നടക്കാതെ ഈ കുടുംബം ഗതി പിടിക്കില്ല. ഈ പൊട്ടം പ്രതാപൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നല്ലോ. ഇയാളായിരുന്നു ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. എന്താ ജോത്സരെ പറയുന്നത്? ദീപക്കിന് ഇനി പെണ്ണോ? അതാരാ? രാജു പറയാം, അത് കാണും സാറേ, ഇവന് 14 ജില്ലയിലും പെണ്ണ് കാണും. പറയടാ, നിനക്ക് വേറെ പെണ്ണുണ്ടോ? എൻ്റെ മോനെ ദീപക്കെ, നീ തുറന്നു പറയടാ നിന്റെ വല്യമ്മാവനോട്. നിനക്ക് എന്തും തുറന്നു പറയാനുള്ള കോടതി നിന്റെ വല്യമ്മാവൻ്റെ കോടതിയാ. അമ്മയും മോനും കൂടെയുള്ള ഒത്തുകളിയാണല്ലോ. ഉടനെ ദീപക്ക് പറയാം, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോളാന്ന് ആ പെൺകുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും പറഞ്ഞതേ ഉള്ളൂ. തന്നെ മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്നൊരു സ്റ്റൈലും പെൺകുട്ടിയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്, കൂടെ ഒരു അമ്മയും കൊണ്ട്. കണ്ടിട്ട് രണ്ടും തട്ടിപ്പിൻ്റെ ഉസ്താദുകളാണെന്ന് തോന്നുന്നു. അങ്ങനെ അമ്മയും മകളും തണ്ട് അവരുടെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞ് പ്രതാപൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇവരാരാ? എല്ലാവരും അതിശയത്തോടെ നോക്കുവാണ്. ആ പെണ്ണിനെ കണ്ടപ്പോൾ നമ്മുടെ രാജു ഒന്ന് പതറുന്നുണ്ട്, ഒന്ന് കുനിഞ്ഞിങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഓർക്കുന്നു, കോളേജിൽ അവളെ അടിച്ചത്, ഇനി മേലിൽ എൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത് എന്നും പറഞ്ഞ് അവളെ ചെവിക്കുറ്റിക്ക് അടിച്ചതൊക്കെ ഇങ്ങോട്ട് ഓർമ്മ വരുവാണ് രാജുവിന്. നിങ്ങൾ ആരാ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ, സാർ, ഞാൻ ശിവകാമി, അനന്തംപിള്ളയുടെ ഭാര്യയാണ്. ഇരുന്നിടത്തുനിന്ന് പെട്ടെന്ന് പ്രതാപൻ അങ്ങ് എഴുന്നേറ്റു. ഇത് എൻ്റെ മകൾ നന്ദന. ഇപ്പോഴാണ് അംബികയ്ക്കും ദീപക്കനും ആളെ മനസ്സിലായത്. അവർ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നല്ലോ. പ്രതാപൻ ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ പറഞ്ഞ്? അനന്തംപിള്ളയുടെ ഭാര്യയും മകളൊന്നും? അതെ സാർ, എൻ്റെ മകളെ ദീപക്ക് വിവാഹം കഴിക്കാമെന്ന് മോടെ അച്ഛന് വാക്ക് കൊടുത്തിരുന്നു. ഇവർ പറയുന്ന നേരാണോടാ? അതേ വല്യമ്മാവ, ഇലക്ഷന് മുമ്പേ വാക്കുറപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ നിന്റെ കച്ചവടം. ആ ഡീലിലായിരുന്നു നീ എനിക്കെതിരെ മാടപ്പള്ളിയിൽ നിന്നത്. ജയിച്ച മുഖ്യമന്ത്രി. ജോത്സ്യം പറയാം, സാറേ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമായില്ലയോ? ഞാൻ പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് ഐശ്വര്യ ദേവതയായ പെൺകുട്ടി ഇതാണ്. ഇവളെ ദീപക്ക് വിവാഹം ചെയ്യുന്നതോടെ ഈ കുടുംബം രക്ഷപ്പെടും. അംബിക മാഡം, ഇനി ഞാൻ ഇറങ്ങുവാണേ. തീരുമാനങ്ങളൊക്കെ നിങ്ങളൊക്കെ ആലോചിച്ചെടുത്താൽ മതി കേട്ടോ. അംബികയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണത്തിനുള്ള നന്ദി കാണിച്ചിട്ട് ജോത്സ്യന് പോയി. ശിവകാമി കൈകൂപ്പി തൊഴുതിട്ട്, സാറേ, എൻ്റെ ഭർത്താവ് സാറിനോട് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട്. സാർ അതൊക്കെ ക്ഷമിക്കണം. സാറ് ഞങ്ങളെ ഉപേക്ഷിക്കരുത്, അടിച്ചിറക്കി വിടരുത്. അവരുടെ കണ്ണുനീര് കണ്ടിട്ട് പ്രതാപന് സഹിക്കുന്നില്ല. നിങ്ങൾ കരയാതിരിക്കും. നാട്ടിലുള്ള പെണ്ണുങ്ങളുടെയൊക്കെ കണ്ണുനീര് കണ്ടാൽ പ്രതാപന് സഹിക്കത്തില്ല. പക്ഷെ സ്വന്തം ഭാര്യയുടെ കണ്ണുനീര് മാത്രം പ്രതാപന് കാണാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് പൊയ്ക്കോളാം സാറേ, പക്ഷേ എൻ്റെ മോളെ സാർ ഉപേക്ഷിക്കരുത്. സാർ എൻ്റെ മോൾക്ക് അഭയം കൊടുക്കണം. ഋതികയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ സംശയം. ചെറിയമ്മേ, ഇതിലൊക്കെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതേ മോളെ, മോള് പറഞ്ഞത് ശരിയാ. പ്രതാപം പറയാം, അനന്തംപിള്ളയുടെ ഭാര്യയ്ക്കും മോക്കും ഞാൻ അഭയം തരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങൾക്കിത് എന്താ പറ്റിയത്? തുറന്നു പറ. പെട്ടെന്ന് അംബിക, ശിവകാമി, എന്താ പറ്റിയെന്നെല്ലാം അങ്ങോട്ട് പ്രതാപനോട് തുറന്നു പറ. എൻ്റെ മോൾ അമേരിക്കയിൽ പഠിക്കുമായിരുന്നു. എന്നാൽ അമേരിക്കൻ്റെ യാതൊരു പരിഷ്കാരവും ഒന്നുമില്ലാത്തൊരു പാവം കുട്ടിയാണ്. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഭർത്താവ് ജയിലിലുവാ. ഉണ്ടാക്കിയ പണം മുഴുവനും പോയി. ആ ഇലക്ഷനോടെ എൻ്റെ ഭർത്താവ് തകർന്നു. ഞങ്ങൾ വഴിയാധാരമായി. എൻ്റെയും മോള് റോള് ചെയ്ത് കൊടുത്ത കാശും പോയി സാറേ. അയ്യോ അമ്മേ, കരയാതെ മോളെ. ഞാനൊരു വലിയ മനുഷ്യൻ്റെ മുമ്പിൽ നിന്നാണ് കരയുന്നത്. അതിലൊന്നും എനിക്ക് ഒട്ടും ഞാണക്കേടുമില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ ജയിലിലുമായി. അങ്ങേര് പാപ്പരുമായി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾക്കിപ്പോൾ വകയില്ല. ചെറിയമ്മേ, ഇത് കണ്ടിട്ട് എന്തു തോന്നുന്നു? കല്യാണം കഴിപ്പിക്കാൻ വന്നവർ ദാരിദ്ര്യം പറഞ്ഞ് കരയുന്നോ? മോളെ ഋതു, ഇതിലെന്തോ തട്ടിപ്പുണ്ട്. യാമിനി തീർത്തും പറയുന്നുണ്ട്. ശിവകാമി വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ മോൾ അമേരിക്കയിലെ ജയിലിലായിപ്പോയേനെ. കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാ മോളെ എൻ്റെ അടുത്തേക്ക് അയച്ചത്. അനന്തംപിള്ള ചേട്ടനെ എല്ലാവരും ശത്രുക്കളാക്കി കളഞ്ഞു. പുറത്തിറങ്ങി നടക്കാൻ പോലും ഞങ്ങൾക്ക് രക്ഷയില്ല. ദീപക്ക് മോളെ കല്യാണം കഴിച്ചോളാന്നൊരു വാക്ക് തന്നിരുന്നു. ആ വാക്ക് വിശ്വസിച്ചാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. സാറ് ഞങ്ങളെ കൈവിടില്ലെന്ന് അനന്തേട്ടനും പറഞ്ഞു. ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ സാറേ. അപ്പം നന്ദന ഇങ്ങനെ രാജുവിനെ ഉറ്റു നോക്കുന്നുണ്ട്. രാജു അവളെ നോക്കിയിട്ട് തറച്ചെന്ന് നോക്കുവാണ്.
രാജു അവിടുന്ന് പതുക്കെ പുറത്തിറങ്ങിയിട്ട് ആലോചിക്കുക, ഇത് അവള് തന്നെ. പക്ഷെ ഇവിടെ പേര് നന്ദനെന്നായിരുന്നു. രാജു ഉടനെ അവൻ്റെ കൂട്ടുകാരൻ രാജീവിനെ വിളിച്ചിട്ട് ചോദിക്കും, എടാ രാജീവേ, നിനക്ക് ഓർമ്മയുണ്ടോ കോളേജിൽ എൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെ? എടാ, അതിന് കോളേജിൽ നിൻ്റെ പുറകെ ഒത്തിരി പെൺകുട്ടികൾ നടന്നിരുന്നല്ലോ, പക്ഷെ ആർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. എടാ രാജീവേ, എൻ്റെ പുറകെ നടന്ന് ശല്യം കൂടിയപ്പോഴേ അവിടെ ചെകുട്ടത്ത് ഞാനൊന്ന് കൊടുത്തില്ലേ, അവിടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. എടാ, അതാ അനന്തംപിള്ളയുടെ മോളല്ലേടാ അഞ്ജലി. എടാ, അഞ്ജലി എന്നോന്നോ, നന്ദനെന്നല്ലേ അവിടെ പേര്? അതൊന്നും അല്ല, അവിടെ പേര് അഞ്ജലി എന്ന് തന്നെയാ. അവൾ അനന്തംപിള്ളയുടെ മോളുമാണ്. അവൾ അമേരിക്കയിലോ മറ്റോ അല്ലേ? അവളിപ്പോൾ നാട്ടിലുണ്ടടാ. രാജുവിന് ആകെ കൺഫ്യൂഷൻ. എടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. പെണ്ണുങ്ങളുടെ കണ്ണുനീരിൻ്റെ മുന്നിൽ അലിയുന്ന പ്രതാപൻ പറയാം, നിങ്ങളിങ്ങനെ നിൽക്കാതെ ഇവിടെ ഇരിക്കൂ. അയ്യോ വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. നിങ്ങളിങ്ങനെ കയറി വന്നത് മുതൽ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്. ദയവായിട്ട് നിങ്ങൾ ഇരിക്കും, ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുവാണ്. യാമിനി വന്നവർക്ക് ചായ എടുക്കുക. എന്നിട്ട് ഹൃതിയോട് പറഞ്ഞു, മോളെ, ഈ അമ്മയും മോളും തട്ടിപ്പുകാരാണോ? ഈ അനന്തംപിള്ള പാപ്പരായെന്ന് പറയുന്ന ഒരു പരിധി വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള വിശ്വാസത്തിൽ അനന്തംപിള്ള എറിഞ്ഞതേ ചില്ലറ കോടികളൊന്നും അല്ല. ചിലപ്പോൾ അമേരിക്കൻ ബന്ധം വെച്ച് ഇവളും കുറേ രൂപ കടം മേടിച്ചൊക്കെ കൊടുത്തു കാണും. പക്ഷേ ഇവരെ ഇറക്കിയത് ചെറിയമ്മേ അംബികയല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ആലോചിച്ചിട്ട് റോങ്ങായിട്ട് തോന്നുന്നത്. അത് മാത്രമല്ല മോളെ, ഈ ഗതികെട്ട പെണ്ണിനെയൊക്കെ അംബിക മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാവുമോ? ചെറിയമ്മ, അത് ദീപക് അനന്തംപിള്ളയ്ക്ക് വാക്ക് കൊടുത്തതിൻ്റെ പേരില അവളും അവിടെ അമ്മയുടെ വന്നത്. അനന്തംപിള്ള പാപ്പരായത് പിന്നീടല്ലേ. എന്തായാലും ഇവരാരും നേരെ വഴിക്ക് പോന്നവരല്ല. മോളെന്ന് ആലോചിച്ച് പ്രായമായ മകളെയും കൂട്ടി അഭയം ചോദിച്ച് ഇങ്ങോട്ട് ആരെങ്കിലും കയറി വരുമോ? ചെറിയമ്മ പറഞ്ഞത് ശരിയാ, അതും അനന്തംപിള്ളയുടെ ശത്രുക്കൾ താമസിക്കുന്ന വീട്ടിലോട്ട്. എന്തായാലും നമുക്ക് ചായ കൊടുക്കാം, അത് നമ്മുടെ മര്യാദ. മോളെന്തായാലും വാ എന്നും പറഞ്ഞ് യാമിനി ഹൃദയം കൂട്ടി ചായയായിട്ട് പോവുക. പ്രതാപൻ ശിവകാമിയോട് പറയാം, എന്നെയും എൻ്റെ മകളെയും അനന്തംപിള്ള കൊല്ലാൻ വരെ നോക്കിയിരുന്നു. ആയുസിൻ്റെ ബലം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നേ ഉള്ളു. ഉടനെ അംബിക പറയാം, അയാൾ തെറ്റ് ചെയ്തതിന് ഈ പാവങ്ങൾ എന്ത് പിഴച്ചു പ്രതാപ? പ്രതാപൻ അംബികയോട് പറയുക, എന്തൊക്കെയായാലും അനന്തംപിള്ളയുടെ ഭാര്യയും മകളുമല്ലേ. ശത്രുവിൻ്റെ ഭാര്യയ്ക്കും മകൾക്കും എൻ്റെ വീട്ടിൽ അഭയം കൊടുക്കാൻ ഞാൻ ശത്രുക്കളെ വരെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവൊന്നും അല്ലല്ലോ. യാമിനി ചായ കൊണ്ടുവന്നവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുക, ശിവകാമിയുടെ ജന്മസ്ഥലം എവിടെയാ? അത് പാലക്കാടാണ് സാറേ. ഋതിക പറയുക, എനിക്ക് നന്ദനയോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് കയറി ദീപക്, ഏയ് അതൊന്നും വേണ്ട. അംബിക ദേഷ്യത്തോടെ, അതെന്തിനാ നീ സംസാരിക്കണേ? ചേച്ചി, അവർ സംസാരിക്കട്ടെ, അവരൊരേ പ്രായക്കാരല്ലേ. അങ്ങനെ പ്രതാപൻ ഋതികയ്ക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്, രണ്ടുപേരും പോയി സംസാരിക്കാം. അംബികയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഇരിക്കപ്പുറതിയില്ല. പെട്ടെന്ന് ദീപക് എന്തോ അഭിനയിച്ചുകൊണ്ട് അവിടെ നോടി മാറുന്നുണ്ട്. നന്ദനയോട് ഞാനിത് പറയുന്നത് തന്നെ നന്ദന എന്നെപ്പോലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ്. അതിനെന്താ ഋതിക പറഞ്ഞോ, ഞാൻ കേൾക്കാം. നന്ദന ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എൻ്റെ അമ്മായിയുടെ മകനാണ് ദീപക് എന്നുള്ള കാര്യം നന്ദനയ്ക്ക് അറിയാമല്ലോ. അവനെക്കുറിച്ച് മോശം പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത് അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവനെൻ്റെ റിലേറ്റീവായി പോയല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നന്ദനയുടെ സങ്കല്പങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ നല്ല സ്വഭാവമായിരിക്കണമെന്നൊക്കെ പ്രതീക്ഷ കാണും. അതേ ഋതികെ, എന്നാൽ ഒരു സ്വഭാവ ഗുണങ്ങളും ഇല്ലാത്തവനാണ് ഈ ദീപക്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു ഫ്രോഡ്. ദീപക് അവിടെ മാറി ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. ദീപക് അങ്ങോട്ട് വരുന്ന കണ്ടിട്ട് ഋതിക, നിന്നെ ആരാടാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അല്ല, എന്താ ഇത്ര രഹസ്യം? ഞാനും കൂടെ കേൾക്കട്ടെ. എന്നാലേ നിന്നെ കേൾപ്പിക്കാനല്ല ഞാൻ നന്ദനയോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. നന്ദന നിന്നെക്കുറിച്ച് അറിയാൻ വേണ്ടി. അല്ല, ഇവിടെ വെച്ചെന്താ? അത് നിനക്കറിയില്ലേ, ഇത് എൻ്റെ വീടാ. ഇവിടെ വെച്ച് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? നീ നിന്റെ പണി നോക്കി പോടാ എടി എന്നിങ്ങനെ വിളിക്കുമ്പോൾ നന്ദന, ദീപക്കേട്ട വഴക്കുണ്ടാക്കാതെ പോ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നന്ദനെ അവനീ കാണുന്ന ആളൊന്നും അല്ല. അവൻ്റെ ചതിയിൽ വീണ പെൺകുട്ടികൾ കുറച്ചൊന്നും അല്ല. അത് മാത്രമല്ല, ഇവൻ്റെ കല്യാണം കഴിഞ്ഞതോ അതിലൊരു കുഞ്ഞുമുണ്ട്. അവൾ ഇവിടുത്തെ ഒരു ജോലിക്കാരിയായിരുന്നു. അവളെ ഇവൻ ചതിച്ചു. അല്പം മുൻപാ ആ കുട്ടി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോയത്. കല്യാണം കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ നന്ദനെ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇത് പരദൂഷണം പറച്ചിലൊന്നല്ല. നന്ദനയെന്നല്ല, വേറെ ഏത് പെണ്ണ് ഇവനെ കല്യാണം കഴിക്കാൻ വന്നാലും ഞാൻ ഇതൊക്കെ പറയും. അവർ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഋതിക പറഞ്ഞതെല്ലാം നന്ദന ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുവാണ്. ഇനി വന്നിരിക്കുന്ന നന്ദന ഇവരെക്കാളൊക്കെ 10 മടങ്ങ് തരികടയാണോ? അമ്മയും മോളും എന്തുദ്ദേശത്തോടാണ് ഇവിടെ വന്നിരിക്കുന്നത്? പ്രതാപൻ്റെ കുടുംബം നശിപ്പിക്കാനോ? അംബികയുടെയും മകൻ്റെയും ഭൂമിയിലുള്ള ഈ ജീവിതം മതിയാക്കിക്കാൻ വേണ്ടി വന്നവരാണോ എന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.